വയനാട് ദുരന്തം മനസ്സ് മരവിച്ചു പോകാത്ത ഏതൊരാൾക്കും തീരാവേദനയാണ്. രാജ്യത്തിന് പുറത്തുള്ളവരും ഈ ദുരന്തത്തിൽ പ്രാർത്ഥനയോടെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സകല വിദ്വേഷങ്ങളും മറന്ന്, രാഷ്ട്രീയ ചിന്തകൾ മറന്ന് ഒറ്റ മനസ്സോടെ ഓടിയെത്തിയ മലയാളിക്കരയുണ്ട്. എല്ലാവർക്കും മാതൃകയായ ഒരു ജനത. എന്നാൽ ആ ജനതയെപ്പോലും മറ്റൊരു കണ്ണിൽ കാണുന്ന ചില ജന്മങ്ങളുണ്ട്. പിണറായി വിജയന്റെ ഭാഷയിൽ പറയുന്ന ചില പേരുകൾ പോലുള്ളവർ. അവർക്ക് വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയ ആളുകളെ കാണുമ്പോൾ പുച്ഛമാണ്. അത്തരത്തിൽ പരിഹസിച്ച ഒരാളുണ്ട്. RSSന്റെ ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന TG മോഹൻദാസ്. അങ്ങേര് ചില വൃത്തികെട്ട പരാമർശങ്ങളാണ് വയനാട്ടിലെ രക്ഷാപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞത്. ദുരിതബാധിത പ്രദേശത്ത് ഓരോ സംഘടനയുടെയും ടീഷർട്ടും അണിഞ്ഞ് കുറെ ആളുകൾ ചുമ്മാ നടക്കുകയാണെന്നായിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ TG മോഹൻദാസ് പറഞ്ഞത്. ഇവർ സുരക്ഷിത സ്ഥലത്തു നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. രക്ഷാപ്രവർത്തകർ എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് ടീഷർട്ടുകൾ തയ്പ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് അവർ. റിസ്ക്കുള്ള മേഖലകളിലൊന്നും ഇവർ പോയിട്ടില്ല. അതിനടുത്തേക്ക് പോലും പോവാൻ ഇവർക്ക് പേടിയാണെന്നും ചില സംഘടനകളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് TG മോഹൻദാസ് അധിക്ഷേപിച്ചത്. എന്നാൽ അപ്പോൾ തന്നെ മോഹൻദാസിന് പൊങ്കാല കൊണ്ട് ആറാട്ടായിരുന്നു. പലരും അദ്ദേഹത്തെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ റിയാസ് മുക്കോളി TG മോഹൻദാസിനെതിരെ കേസെടുക്കാൻ പരാതി നൽകിയിരിക്കുകയാണ്. അതായത് രക്ഷാപ്രവർത്തനം നടത്തിയവരെ അപമാനിച്ച RSS നേതാവ് TG മോഹൻദാസിനെതിരെ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് റിയാസ് മുക്കോളി. നാട് ഒരുമിച്ച് നിന്ന് ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായി രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ വിദ്വേഷ പ്രചരണത്തിനും രക്ഷാപ്രവർത്തകരെ അവഹേളിക്കാനുമാണ് TG മോഹൻദാസ് ശ്രമിക്കുന്നത് എന്നാണ് മുക്കോളി പറയുന്നത്. സത്യത്തിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും മുക്കോളി ചെയ്തിരിക്കുന്നത്. ദുരന്തമുഖത്ത് ഓടിയെത്താൻ കഴിയുന്നില്ലെങ്കിൽ സാരമില്ല, ഒന്നും ചെയ്തില്ലെങ്കിലും സാരമില്ല. പക്ഷേ മുന്നും പിന്നും നോക്കാതെ അവിടെ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഓരോ വ്യക്തികളെയും അപമാനിക്കുന്ന തരത്തിൽ വിഷവിത്തുകൾ വിളവാതിരിക്കാനെങ്കിലും TG മോഹൻദാസ് ശ്രമിക്കണം. എന്തായാലും റിയാസ് മുക്കോളിയുടെ പരാതിയിൽ സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.